മെനിഞ്ഞാന്ന് വരെ സംരക്ഷണം വേണമെന്ന് പറഞ്ഞു. ഇപ്പൊ താമസിക്കാൻ വീട് വേണമെന്ന് പറയുന്നു. നിനക്കൊരു കാര്യം അറിയോ? വീട്ടിന്റെ വില 2 കോടി രൂപയാണ്. എന്റെ കമ്മീഷൻ 20%, അതായത് 40 lakhs. ഉണ്ടോ നിന്റെ കയ്യിൽ? ഉണ്ടെങ്കിൽ നീ ഇങ്ങോട്ട് വരില്ലായിരുന്നു. ഏതെങ്കിലും ചെറിയ വീട് നോക്കിയേനെ. ശരി, നിനക്ക് വേണ്ടി ഞാൻ പകുതി കുറയ്ക്കാം. കാശില്ല, പക്ഷെ ജോലി മാത്രം നടക്കണം. ഞങ്ങൾ സത്യം പറഞ്ഞാൽ പേപ്പർ എടുത്ത് എഴുതി വെച്ചിട്ട് വലിച്ചെറിഞ്ഞേച്ചു പോവും, അല്ലേ? ഈ നോട്ടത്തിൽ കുറച്ച് റൊമാൻസ് മിക്സ് ചെയ്ത് ഒരു രാത്രി എന്റെ കൂടെ കൂടിയാലുണ്ടല്ലോ, നീ ചോദിച്ച പ്രോപ്പർട്ടി നിനക്ക് കിട്ടും. എന്താ, വിശ്വാസായില്ലേ? ദേ നോക്ക്, നിനക്ക് ആവശ്യമുള്ള ഡോക്യുമെന്റ്സ്. ഈ ഡോക്യുമെന്റ്സും വെച്ചോ. അതോടൊപ്പം എന്താ, വീണ്ടും എന്റെ അമ്മയെ ചീത്ത പറയാൻ പോകണോ? അവനെന്തിനാ നിങ്ങളോട് വരാൻ പറഞ്ഞ? അപ്പൊ നിങ്ങൾ എന്തിനാ അഡ്രസ് വാങ്ങിച്ചേ? നിങ്ങൾ അയാളെ കാണാൻ പോയിരുന്നോ? നിങ്ങൾ ഉത്തരം പറയുന്നില്ലെങ്കിൽ നിങ്ങൾ ഇവിടെ പോയെന്നല്ലേ അർത്ഥം? ചേച്ചേ, അവരെ കണ്ടാൽ അറിയില്ലേ അവരങ്ങനെയുള്ള സ്ത്രീയല്ലെന്ന്? അതൊക്കെ എനിക്കറിയാം, പക്ഷെ കുട്ടികളോടുള്ള സ്നേഹം കൊണ്ട് തെറ്റ് ചെയ്ത് കാണുമെന്ന് വിചാരിച്ചു. നിർത്തുന്നുണ്ടോ? നിങ്ങളെ എല്ലാരെയും അടിച്ചു നോർക്കും ഞാൻ. ഒന്നും മിണ്ടാതിരിക്കെ. ഗീത, നീ പോയില്ലല്ലോ. സാരിയിൽ കാണാൻ നല്ല സുന്ദരിയാ. എന്നെ അമ്മയെ പോലെ ഉണ്ട് കാണാൻ. ചേച്ചി, നമ്മൾ ഈ സ്ഥലം ഉപേക്ഷിച്ച എവിടേക്കാ ചേച്ചി പോവുക? എവിടേക്കാ പോകുന്നേ? ഞാനും കൂടെ വരാം. 2 ബിസ്ക്കറ്റ് ഇതാ. കാശ് തന്നാൽ എന്ത് ജോലിയും ചെയ്യും. ഈ ചായക്ക് മധുരല്ലോ. എവിടെയാണോ?